ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ കണ്ടോ? ഇത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ എന്താണ് റിപ്പോ നിരക്ക് എന്നുള്ളതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്കൊരു ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബാങ്കിന് പണത്തിന് ആവശ്യം വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെയെ സമീപിക്കുക? RBIനെ സമീപിക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ലോൺ തരും കേട്ടോ. അപ്പോൾ ഈ ലോണിന് നമ്മൾ തിരിച്ച് പലിശ കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ഈ പലിശ നിരക്കിനെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന്. എന്താണ് റിപ്പോ റേറ്റ്? ചുരുക്കി പറയുകയാണെങ്കിൽ RBI ബാങ്കുകൾക്ക് കടം കൊടുക്കും, അതിനുള്ള പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ RBI വെറുതെയാണോ ഈ ലോണൊക്കെ കൊടുക്കുന്നത്? അങ്ങനെയല്ല, അവിടെ ഒരു ഈടൊക്കെ കൊടുക്കും കേട്ടോ. ഈടെന്ന് പറയണത് മെയിനായിട്ട് ഇവിടെ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെയാണ് ഈടായിട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈടൊക്കെ കൊടുത്ത് പൈസ എടുക്കുന്ന സമയത്ത് RBIയുടെ അടുത്തൊരു എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കും. ഇത്ര നാളുകൾക്ക് ശേഷം പലിശ അടക്കം തിരിച്ചു തന്നുകൊണ്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈടൊക്കെ വയ്ക്കും. അപ്പം ഇതേപോലെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ളൊരു ഓപ്ഷൻ വയ്ക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ. റിപ്പോ നോക്കിയേ, റീപർച്ചേസ് ഓപ്ഷൻ. അപ്പോൾ റീപർച്ചേസ് ഓപ്ഷനകത്തുള്ള REPയും Oയും കൂട്ടിയിട്ടാണ് റിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നെ ഓർത്ത് വയ്ക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് റിസർവ് ബാങ്ക് ഇതേപോലെ ലോൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹ്രസ്വകാല വായ്പകൾ നൽകുന്നു എന്ന ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയാൽ റിപ്പോ നിരക്കിന് ഈടുണ്ട്. ഈ ഈടിനെയാണ് നമ്മൾ പറയുന്നത് കൊളാറ്ററൽ എന്ന് പറയുന്നത്. ആ ഒരു ടേം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കൊളാറ്ററലാണ്, ഈടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ഓക്കെ ആയല്ലോ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഈ റിപ്പോ റേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റിപ്പോ റേറ്റ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ബാങ്ക് RBIക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൂടുതൽ ഇൻട്രസ്റ്റ് RBIക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയാണ് അല്ലേ. ഇനി ഇൻഫ്ലേഷൻ ടൈമിൽ, അതായത് നാണയപ്പെരുപ്പം ഉള്ള സമയത്ത് റിപ്പോ റേറ്റ് കൂടുകയോ കുറയോ പറയാൻ പറ്റുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഫ്ലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാണയപ്പെരുപ്പം ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൈസ മാർക്കറ്റിൽ കൂടാൻ പാടില്ല കേട്ടോ, നല്ലൊരു ബാലൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് RBI എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോ റേറ്റ് കൂട്ടും. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്താ പറ്റുക? റിപ്പോ റേറ്റ് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാങ്ക് പിന്നെ RBIയിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ നോക്കുമോ? ഇല്ല, കാരണം അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരികയല്ലേ. അപ്പോൾ ബാങ്ക് RBIയിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ ശ്രമിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? ബാങ്കിൽ പൈസ ഇല്ല. അപ്പോൾ നാച്ചുറലി മാർക്കറ്റിലും സപ്ലൈ കുറയും അല്ലെ, ആൾക്കാരുടെ കയ്യിലും പൈസ കുറയും. മനസ്സിലായോ? അതാണ് ഇൻഫ്ലേഷൻ സമയത്ത് റിപ്പോ റേറ്റ് കൂടുമെന്ന് പറയാൻ കാര്യം. ഇനി ഇപ്പോഴത്തെ റിപ്പോ റേറ്റിൻ്റെ ആ പേഴ്സൻ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 5.90% ആണ് കേട്ടോ ഇപ്പോഴത്തെ. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന ഈ ഒരു ദിവസത്തെ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് 5.90%. അടുത്ത് നമുക്ക് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ബാങ്കിന് സർപ്ലസ് ആയിട്ട് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ബാങ്കിന് കുറേ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കത് പോയിട്ട് RBIയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ RBI നമുക്കൊരു ഇൻട്രസ്റ്റ് തരും. അതിനെയാണ് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? അതായത് വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കൂടിയാൽ RBI അത് നിക്ഷേപമായിട്ട് സ്വീകരിക്കും. RBI അത് സ്വീകരിക്കും, ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അതിന് RBI ബാങ്കുകൾക്ക് പലിശ നൽകുന്നു. അതിനെയാണ് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ആ പലിശയുടെ നിരക്കിനെയാണ് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ നേരത്തെ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാങ്കുകൾ RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ. ഇത് നേരെ തിരിച്ച് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ. ഇത്ര എല്ലാവർക്കും ഓക്കെ ആയോ? അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടിയെന്ന് വിചാരിക്കാം. അതിൻ്റെ മീനിങ് എന്താ? റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI കൂടുതൽ ഇൻട്രസ്റ്റ് സാധാരണ ബാങ്കുകൾക്ക് കൊടുക്കുകയാണ് അല്ലേ. RBIയിൽ നിന്ന് കൂടുതൽ ഇൻട്രസ്റ്റ് സാധാരണ ബാങ്കുകൾക്ക് കിട്ടുകയാണ്. ഇനി നമ്മുടെ ഇൻഫ്ലേഷൻ സമയത്ത് നാണയപ്പെരുപ്പം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുമോ അല്ലെങ്കിൽ കുറയോ? റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടും. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണ ബാങ്കുകൾ അവരുടെ നിക്ഷേപങ്ങൾ RBIയിൽ കൊടുക്കാനല്ലേ നോക്കുക അല്ലേ. മാർക്കറ്റിൽ ഇറക്കണേക്കാളും കൂടുതൽ അവർ നോക്കുന്നത് അത് RBIയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാനായിരിക്കും ബാങ്കുകൾ നോക്കുക ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ സപ്ലൈ കുറയും അല്ലേ, കാശിൻ്റെ സപ്ലൈ മാർക്കറ്റിൽ കുറയും. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു ബാലൻസ് വരുന്നത്.
ക്ലിയർ ആയോ? ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് റിപ്പോ റേറ്റും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റും കൂടും കേട്ടോ. പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ ആ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 3.35% ആണ്. എത്രയാണ്? 3.35%. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് CRR എന്നുള്ളതാണ് കേട്ടോ. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിന് 1000 രൂപയുടെ ഡെപ്പോസിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക കേട്ടോ. 1000 രൂപയുടെ ഡെപ്പോസിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 1000 രൂപ മുഴുവനും ലോണായിട്ട് കൊടുക്കുമോ? കാരണം ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അവിടെ നിക്ഷേപവും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള 1000 രൂപയും ലോണായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ റീസൺ? കാരണം ആരെങ്കിലുമൊക്കെ വന്ന് തിരിച്ച് പണം പിൻവലിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള 1000 രൂപ മുഴുവനും ലോണായിട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഒരു 4%, റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4% ഈ ബാങ്ക് RBIയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതായത് 1000ൻ്റെ 4% എന്ന് പറയുമ്പോൾ ഒരു 40 രൂപയോളം ബാങ്ക് RBIയിൽ നിക്ഷേപിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിക്ഷേപകരൊക്കെ വന്ന് പൈസ പിൻവലിക്കുന്ന സമയത്ത് ആ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. പേര് പറയുന്ന പോലെ തന്നെ ആ ക്യാഷ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെയാണ്? RBIയിൽ. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഇപ്പോഴത്തെ റേറ്റ് CRRൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 4.50% ആണ്. എത്രയാണ്? 4.50%. പിന്നെ ഈ കൊടുക്കുന്ന RBIയിൽ നിക്ഷേപിക്കുന്ന ആ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടല്ലോ 4.50%, അപ്പോൾ ആ ഒരു എമൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതല്ല കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ CRRന് ഇൻട്രസ്റ്റ് കിട്ടുന്നതല്ല. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഇനി ഇൻഫ്ലേഷൻ സമയത്ത്, അതായത് നാണയപ്പെരുപ്പ സമയത്ത് CRRന് എന്താ പറ്റുക? CRR കൂടും. എന്താ റീസൺ? ഇപ്പോൾ ഒരു ദിവസം ഒരു ബാങ്കിന് ഒരു 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക കേട്ടോ. ഈ 100 രൂപയിൽ 10 രൂപ ഈ പറഞ്ഞ പോലെ റിസർവ് ചെയ്ത് വയ്ക്കും, അല്ല ക്യാഷ് റിസർവ് ചെയ്ത് വയ്ക്കും. എവിടെ? RBIയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ബാക്കി 90 രൂപയാണ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോണായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു 90 രൂപയാണ്. ഓക്കെ, ഇനി ഇൻഫ്ലേഷൻ സമയത്ത് എന്താ പറ്റുന്നത്? ഈ 10 രൂപയ്ക്ക് പകരം 20 രൂപ എന്ത് ചെയ്യണം? റിസർവ് ചെയ്ത് വയ്ക്കണം. 20 രൂപ റിസർവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ എത്ര രൂപ അവൈലബിൾ ആയിട്ടുണ്ട്? 100ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കി 80 രൂപയെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ, അല്ലേ? ലോൺ കൊടുക്കാനൊക്കെ 80 രൂപയേ ഉണ്ടാവുള്ളൂ. അതായത് മാർക്കറ്റിൽ പൈസ കുറയാണ്, ആൾക്കാരുടെ കയ്യിലെത്തുന്ന പൈസ കുറയാണ്. അങ്ങനെ ഒരു ബാലൻസ് വരുത്താണ് കേട്ടോ. മനസ്സിലായോ? അതായത് ഇൻഫ്ലേഷൻ ടൈമിൽ ഈ പറഞ്ഞ റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിലും CRR ഒക്കെ കൂടും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. CRRൻ്റെ പ്രസൻറ്റ് വാല്യൂ 4.50% ആണ്. അത് വേരി ചെയ്യും കേട്ടോ. ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണ് 4.50%. അതേപോലെ തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഈ CRRന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ ടൈമിൽ CRR കൂടും എന്നുള്ള പോയിന്റും ഓർത്ത് വയ്ക്കുക. അപ്പോൾ CRR ഓക്കെ ആണല്ലോ. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അല്ലേ? ക്യാഷായിട്ട് ഇങ്ങനെ റിസർവ് ചെയ്ത് വയ്ക്കണം. അതേപോലെ തന്നെയാണ് SLR. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റുവേറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതിൽ നമ്മൾ ക്യാഷായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. ഇതിനകത്ത് ക്യാഷ് തന്നെ ആവണം എന്നില്ല. ക്യാഷ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡ് ആവാം. അങ്ങനെ നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് ആവാം കേട്ടോ. അതായത് ലിക്വിഡ് അസറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? പണം, സ്വർണം, സർക്കാർ സെക്യൂരിറ്റികൾ മുതലായവയുടെ രൂപത്തിൽ വാണിജ്യ ബാങ്കുകൾ പരിപാലിക്കേണ്ട നിക്ഷേപങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തെയാണ് SLR സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ 18% SLR റേറ്റ്. എത്രയാണ്? 18%. പിന്നെ SLRന് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ CRRന് ഇൻട്രസ്റ്റ് ഇല്ല, SLRന് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ 18% നമ്മൾ പറഞ്ഞില്ലേ, ഒരു 1000ൻ്റെ ഒരു 18% എന്ന് പറഞ്ഞാൽ 180 റുപ്പീസ്. ഇത് ഡെപ്പോസിറ്റ് ചെയ്യണത് ബാങ്കിൽ തന്നെയാണ് കേട്ടോ. RBIയിലല്ല, ബാങ്കിൽ തന്നെയാണ്. CRRനകത്ത് എങ്ങനെയായിരുന്നു അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? RBIയിലല്ലേ. ഇവിടെ ഓരോരോ ബാങ്കുകൾ തന്നെയാണത് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത്രയും % ഇല്ല, 18% ഉള്ളതല്ലേ. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇൻഫ്ലേഷൻ ടൈമിൽ ഈ പറഞ്ഞ പോലെ SLRും കൂടും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ റിപ്പോ റേറ്റ് എന്താണെന്ന് പഠിച്ചു, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചു, CRR ക്യാഷ് റിസർവ് റേഷ്യോ പഠിച്ചു, SLR പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താണ് ബാങ്ക് റേറ്റ്? ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് പോലെ തന്നെ. റിപ്പോ റേറ്റ് എന്തായിരുന്നു? ബാങ്ക് RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ നിരക്ക്, അതായിരുന്നില്ലേ റിപ്പോ റേറ്റ്. അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അത് ഷോർട്ട് ടേം ആണെന്ന് പഠിച്ചു, അല്ലേ? ചെറിയൊരു കാലയളവിലാണ്. അതുപോലെ തന്നെ ഈടൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്, അല്ലേ? ഈടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബാങ്ക് റേറ്റിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മറ്റൊരു ഷോർട്ട് ടേം ആണെങ്കിൽ ഇത് വലിയ കാലയളവിലാണ് കേട്ടോ, കുറച്ചും കൂടെ ടൈം കിട്ടുകയാണ്. വലിയ കാലയളവും അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഈടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ RBI ലോൺ കൊടുക്കും. അതായത് വലിയ കാലയളവിൽ സെക്യൂരിറ്റി ഇല്ലാതെ കമേഴ്ഷ്യൽ ബാങ്കിന് RBI ലോൺ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ വലിയ കാലയളവാണ് കേട്ടോ, സെക്യൂരിറ്റിയുടെയും ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ റീപർച്ചേസ് എഗ്രിമെൻറ്റും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ബാങ്ക് റേറ്റ് ആയിരിക്കില്ലേ കൂടുതൽ ഫേവറബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ലോങ് ഡ്യൂറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഈ ബാങ്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ. റിപ്പോ റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് റേറ്റ് കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ബാങ്ക് റേറ്റ് കൂടുതലാണ് റിപ്പോ റേറ്റിനേക്കാളും, റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലാണ്. ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കണം. ഏറ്റവും കൂടുതൽ ഏതാണ്? ബാങ്ക് റേറ്റ്. അതിന് താഴെ റിപ്പോ റേറ്റ്, അതിന് താഴെ റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താ? ഇൻഫ്ലേഷൻ ടൈമിൽ റിപ്പോ റേറ്റും കൂടും, റിവേഴ്സ് റിപ്പോ റേറ്റും CRRും SLRും എല്ലാതും കൂടും. അല്ലേ? ഓക്കെ ആയില്ലേ? സെറ്റായില്ലേ? ഇനി നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി റിപ്പോ റേറ്റ്? അപ്പോൾ ഏതാണ് റിപ്പോ റേറ്റ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളത്? ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ബാങ്ക് റേറ്റ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ് അല്ലേ? ബാങ്ക് റേറ്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും, അത് ശരിയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലാണ് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോ റേറ്റ്. ഏറ്റവും കൂടുതൽ ബാങ്ക് റേറ്റ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെയും കറക്റ്റാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആണ് അല്ലേ? അപ്പോൾ അതും ശരിയാണ്. നോ കൊളാട്രൽ ഇസ് ഇൻവോൾവ് വെൻ ഇറ്റ് ഇസ് ചാർജ്. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈട് വേണ്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ? ഈട് വേണം അല്ലേ? റിപ്പോ റേറ്റിൽ ഈട് ഉണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. ബാങ്ക് റേറ്റിലാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് അല്ലേ? അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 1, 2, 3 ശരിയാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ B ആണ് ശരി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ബാങ്ക് റേറ്റ് പഠിച്ചു, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചു, റിപ്പോ റേറ്റ് പഠിച്ചു അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോർമുലാസും കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്താണ് ദേശീയ വരുമാനം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. ദേശീയ വരുമാനം അല്ല, അപ്പോൾ ദേശീയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനം. വളരെ സിമ്പിൾ അല്ലേ? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിന്റെയും അതുപോലെ തന്നെ സർവീസസിന്റെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം. ഈ ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാ? പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെറിഷറി സെക്ടർ ഉണ്ട്. പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാർഷിക മേഖല കേട്ടോ. കാർഷിക മേഖല, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വനപരിപാലനം, ഇതൊക്കെ വരുന്നതാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി സെക്ടർ കേട്ടോ. പ്രൈമറി സെക്ടർ. ഓക്കെ, പിന്നെ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായ മേഖല, പിന്നെ ഇതൊക്കെയാ വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ വരുന്ന കേസുകളാണ് സെക്കൻഡറി സെക്ടർ. അതായത് വ്യവസായ മേഖല, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം, ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. മൂന്നാമത്തേത് ടെറിഷറി സെക്ടറാണ്. ടെറിഷറി സെക്ടറിൽ എന്തൊക്കെയാണ് വരിക? സേവന മേഖല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സേവന മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം വരും, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഗതാഗതം വരും അല്ലെ? IT, പിന്നെ ഹോട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. വാർത്താവിനിമയം, ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ ടെറിഷറി സെക്ടറിൽ. അപ്പോൾ ഒന്നും കൂടെ പറയാമെന്ന് നമ്മൾ പഠിച്ചേ, ദേശീയ വരുമാനം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും സർവീസസിന്റെ ഒക്കെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരു വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന 3 മേഖലകളാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേംസ് പഠിക്കുന്നത്. ഒന്ന് GDPയും ഒന്ന് GNPയും. വളരെ ഇൻട്രസ്റ്റിംഗും വളരെ സിമ്പിളും ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ. GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? മലയാളം കൂടെ പഠിച്ചു വെച്ചേക്കുക. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം? GNP എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഗ്രോസ്
ഗ്രോസ്. N സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് മൊത്ത ദേശീയ, നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശീയമല്ല, മൊത്ത ദേശീയ ഉൽപ്പന്നം. ഇനി നമുക്ക് GDP യുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തികൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം എന്ന് പറയുന്നതാണ് GDP. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു സാമ്പത്തിക വർഷത്തിൽ, സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, April 1 ടു അടുത്ത വർഷം March 31 വരെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തികൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം. നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് എ കൺട്രി. ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേമുകളുണ്ട്. ശ്രദ്ധിച്ചു പഠിക്കുക. മോണിറ്ററി വാല്യൂ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ടെറിട്ടറി ഓഫ് എ കൺട്രി. ഈ ഓരോ ടേമുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പോൾ സപ്പോസ് ഒരു രാജ്യത്ത് ഒരു വർഷം ആകെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പാൽ കർഷകനാണെന്ന് വിചാരിക്കട്ടെ. ഒരു പാൽക്കാരനാണ് ആകെ കൂടെ അവിടെ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നത്. അയാൾ ഒരു വർഷം ഒരു 100 ലിറ്റർ പാല് വിറ്റു എന്ന് വിചാരിക്കാം. എത്ര ലിറ്റർ ആണ്? 100 ലിറ്റർ. അതിൽ 1 ലിറ്റർ പാലിന് അയാൾ ഒരു 10 രൂപയാണ് ചാർജ് ചെയ്തതെന്ന് വിചാരിക്കാം. 1 ലിറ്റർ പാലിന് 10 രൂപ. അങ്ങനെയാണെങ്കിൽ 100 ലിറ്റർ പാലിന് എത്രയായിരിക്കും? 100 × 10 1000 രൂപ അല്ലേ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഒരു രാജ്യത്ത് ആകെ കൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒരു പാൽക്കാരനാണ്. ഒരു രാജ്യത്ത്, ഓക്കെ, നോട്ട് ചെയ്യുക, ഒരു രാജ്യത്ത് ആകെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പാൽക്കാരനാണ്. അപ്പോൾ 100 ലിറ്റർ പാല് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, കൊടുത്തു. അപ്പം 1 ലിറ്ററിന് 10 രൂപയാണെങ്കിൽ 100 ലിറ്ററിന് 1000 രൂപ. ഈ 1000 രൂപയാണ് GDP-യിലേക്ക് ആഡ് ആവുന്നത്. ഒരു രാജ്യത്തിൽ ആകെ കൂടെ 1000 രൂപയായിരിക്കും ആ രാജ്യത്തിന്റെ GDP-യിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായോ? അതാണ് മോണിറ്ററി വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മോണിറ്ററി വാല്യൂ? ആ ടേം ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ടേം നോക്കാം, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിലെന്താ പറയുന്നത്? ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു കടയിൽ പോയിട്ട് 1 ലിറ്റർ പാല് വാങ്ങിച്ചു. ഓക്കെ, 1 ലിറ്റർ പാലിന് 20 രൂപയായെന്ന് വിചാരിക്കാം. എത്ര രൂപയാണ്? 20 രൂപ. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഒരു ബേക്കറി ഉടമസ്ഥനാണെന്ന് വിചാരിക്കാം. അയാളും 1 ലിറ്റർ പാല് വാങ്ങിച്ചിട്ട് അയാൾ ഒരു ബേക്കറി പോയിട്ട് 20 പേട ഉണ്ടാക്കി എന്ന് വിചാരിക്കട്ടോ. എത്രയാണ്? 20 പേട ഉണ്ടാക്കി. എന്നിട്ട് അയാൾ 200 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ഓക്കെ, 20 പേട 200 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിച്ചു, 20 രൂപ ഞാൻ കൊടുത്തു അല്ലെ. ഈ 20 രൂപ നമ്മുടെ രാജ്യത്തിന്റെ GDP-യിലേക്ക് ആഡ് ആവും. ഓക്കെ, എത്രയാണ് ആഡ് ആവുന്നത്? 20 രൂപ. കാരണം ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിച്ചു, 20 രൂപയ്ക്ക് 20 രൂപ ഞാൻ കൊടുത്തു. രണ്ടാമത്തെ കേസിൽ എൻ്റെ ഒരു ഫ്രണ്ട് 1 ലിറ്റർ പാല് വാങ്ങിച്ചു, അപ്പോൾ 20 രൂപ കൊടുത്തു. പക്ഷേ ആ 20 രൂപ ഇതിനകത്തുള്ള GDP-യിലേക്ക് ആഡ് ആവുന്നില്ല. റീസൺ പറഞ്ഞുതരാം. പിന്നെ എന്താ ആഡ് ആവുന്നത്? 200 രൂപയാണ് നമ്മുടെ GDP-യിലേക്ക് ആഡ് ആവുക. റീസൺ ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫൈനൽ ഗുഡ്സ് അല്ലെ. ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂസ് ആയിരിക്കും നമ്മുടെ GDP-യിലേക്ക് ആഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 ലിറ്റർ പാല് എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ ഫൈനൽ ഗുഡാണ്. അത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറൊന്നും ചെയ്യുന്നില്ല, ഞാൻ പിന്നെ വേറൊന്നും വിൽക്കുന്നൊന്നുമില്ല അല്ലേ. രണ്ടാമത്തെ കേസ് നോക്കിയേ, 1 ലിറ്റർ പാല് വെച്ചിട്ട് അയാൾ പിന്നെ പേടയൊക്കെ ഉണ്ടാക്കി അത് വിറ്റു. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 200 രൂപയാണ്. 20 പേട വിറ്റ് കഴിഞ്ഞപ്പോൾ 200 രൂപ കിട്ടി. ഇതാണ് ഇവിടുത്തെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലേ. അപ്പൊ ആ ഒരു വാല്യൂ മാത്രമായിരിക്കും GDP-യിലേക്ക് ആഡ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കുക, അതാണ് ഇവിടെ ഫൈനൽ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഈ പേടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓവൻ വേണമെന്ന് വിചാരിക്കാം. ഇപ്പം ഞാനൊരു ഓവൻ വാങ്ങുകയാണെങ്കിൽ ആ ഓവന് ഇപ്പം ഞാൻ പേ ചെയ്യുമല്ലോ, ആ പൈസ എന്തായാലും GDP-യിലേക്ക് ആഡ് ആവും. കാരണം ആ ഓവൻ അവിടുത്തെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് അല്ലേ, ഒരു ഫൈനൽ ഗുഡാണ്. അപ്പോൾ ആ ഓവൻ്റെ പൈസയും അവിടെ GDP-യിലേക്ക് ആഡ് ആവും. അതേപോലെ തന്നെ സപ്പോസ് ഞാനിപ്പോൾ ഒരു പുതിയൊരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കാറിന് ഞാനൊരു പേയ്മെൻറ്റ് കൊടുക്കില്ലേ, ആ ഒരു പൈസ GDP-യിലേക്ക് ആഡ് ആവും. അതേസമയം ഇതേ കാറ് ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് വിറ്റു എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ പൈസ GDP-യിലേക്ക് ആഡ് ആവില്ല. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെയാണ് ഇവിടെ മോണിറ്ററി വാല്യൂ നമ്മൾ പറഞ്ഞു, ഫൈനൽ ഗുഡ്സും സർവീസും നമ്മൾ പറഞ്ഞു. ഇനിയുള്ള അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ടെറിട്ടറി ഓഫ് എ കൺട്രി. ടെറിട്ടറി ഓഫ് എ കൺട്രി എന്ന് എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ വാല്യൂ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള GDP-യിലേക്ക് ആഡ് ആവുള്ളൂ. മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് മാത്രമേ GDP-യിലേക്ക് ആഡ് ആവുള്ളൂ. ഇത്രയും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സപ്പോസ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് വിദേശികൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരുപാട് വിദേശികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെ ഒക്കെ GDP ഉണ്ടല്ലോ, അത് ഇന്ത്യയുടെ GDP-യിൽ ആഡ് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ GDP-യിൽ ആഡ് ചെയ്യോ? പറയാമോ?
ആൻസർ നമ്മുടെ ഇന്ത്യയുടെ GDP തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഒരു അമേരിക്കക്കാരൻ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോട്ടെ. ഒരു അമേരിക്കക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെ ഒക്കെ GDP നമ്മുടെ ഇന്ത്യയുടെ GDPയിലായിരിക്കും കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ ആണ് ദേ ഇവിടെ നമ്മുടെ ഡെഫിനേഷനിൽ കൊടുത്തിട്ടുള്ളത്. വിത്ത് ദ ടെറിട്ടറി ഓഫ് എ കൺട്രി, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ ബൗണ്ടറിക്കകത്ത് ആര് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ GDP അത് നമ്മുടെ ഇന്ത്യയുടെ GDPയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇന്ത്യയുടെ അകത്താണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ, ഇപ്പൊ സപ്പോസ് ഒരു ഇന്ത്യക്കാരൻ ഗൾഫിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയൊക്കെ GDP എവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് ആ ഗൾഫ് രാജ്യത്തിന്റെ GDPയിലോട്ടായിരിക്കും ആഡ് ആവുന്നത്. കാരണം അവിടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യക്കാരനല്ല, നമ്മൾ ആകെ കൂടെ നോക്കേണ്ടത് എന്താ, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് ആയിരിക്കും നമ്മുടെ GDPയിലോട്ട് ആഡ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വാക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ടെറിട്ടറി ഓഫ് എ കൺട്രി. അപ്പൊ നമ്മൾ ഈ ഡെഫിനേഷൻ പഠിച്ചല്ലോ. എന്തൊക്കെയാ പഠിച്ചത്? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന GNP ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. GDP ഓക്കെ ആണെങ്കിൽ GNP ഓക്കെയോ. ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിറ്റിസൺസ് ഓഫ് എ കൺട്രി. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടേം എന്താ, സിറ്റിസൺസ് ആണ്. ഡിഫറൻസ് പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചേ, ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GNP എന്ന് പറയുന്നത്. അതായത് ഡിഫറൻസ് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, അതായത് ഒരു രാജ്യത്തിനകത്ത് ആരാണെങ്കിലും അല്ലെ, അമേരിക്കക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ GDPയിലോട്ട് ആഡ് ആവുന്നത്. ഇവിടെ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ GDPയിൽ നമ്മൾ പറഞ്ഞു ടെറിട്ടറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ, രാജ്യത്തിനകത്താണ്. GNPനകത്ത് അങ്ങനെയല്ല പറഞ്ഞിട്ടില്ല. GNPയിൽ എന്താ പറഞ്ഞിട്ടില്ലേ, അതിനകത്തുള്ള സിറ്റിസൺസിനാണ് ഇമ്പോർട്ടന്റ്. സിറ്റിസൺസ് അതായത് ഇപ്പൊ സപ്പോസ് ഒരു ഇന്ത്യക്കാരൻ സൗദിയിൽ പോയിട്ട് പണിയെടുത്തു. ഓക്കെ, അയാൾ കുറെ ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ GNPയിലാണ് കേട്ടോ. മനസ്സിലായോ? പുറത്താണ് അയാൾ വർക്ക് ചെയ്യുന്നതെങ്കിലും അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ വാല്യൂ ആഡ് ആവുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ഇന്ത്യയുടെ GNPയിലാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്താ കൊടുക്കുന്നത്, സിറ്റിസൺസ് ആണ്. മനസ്സിലായോ? സിറ്റിസൺസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇന്ത്യയിൽ വർക്ക് ചെയ്താലും ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്താലും ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാരൻ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസിന്റെയും വാല്യൂ ആണ് GNPയിൽ ആഡ് ആവുന്നത്. ഇനിയിപ്പോ സപ്പോസ് ഇന്ത്യയുടെ അകത്ത് ഒരു അമേരിക്കക്കാരൻ ഇതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അതിന്റെ വാല്യൂ GNPയിൽ ആഡ് ആവോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണ്. മനസ്സിലായോ? സിറ്റിസൺസ് ഓഫ് എ കൺട്രി ആണ്. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, സിറ്റിസൺസ് ഓഫ് എ കൺട്രി. അപ്പൊ GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് എന്താണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഇപ്പൊ ഞാനൊരു ഫാക്ടറി ഉടമസ്ഥയാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ എന്റെ ഫാക്ടറിയിൽ ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട്. ഈ മെഷീൻസ് ഒരുപാട് നാളുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുക, ഈ മെഷീൻസിന് തേയ്മാനം സംഭവിക്കും അല്ലേ. അപ്പൊ എനിക്കൊരു തേയ്മാന ചെലവ് വരികയാണ്. ആ ഒരു തേയ്മാന ചെലവിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിപ്രിസിയേഷൻ? കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്തി എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, എനിക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ആസ്തി എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക കേട്ടോ. 50 ലക്ഷം രൂപയാണ്. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള മെഷീൻസിന്റെ ഒക്കെ തേയ്മാന ചെലവായിട്ട് ഒരു 5 ലക്ഷം രൂപ ഞാൻ ചെലവാക്കണമെന്ന് വിചാരിക്കുക കേട്ടോ. 5 ലക്ഷമാണ് എൻ്റെ തേയ്മാന ചെലവ്. അതിനുശേഷം അപ്പം എനിക്ക് 50ൽ നിന്ന് 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ഈ 45 ആയിരിക്കും എനിക്ക് കിട്ടുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അതായത് മൊത്തം എമൗണ്ടിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് എന്ന് പറയുന്നത്. അത്രയും നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അതായത് മൊത്തം എന്ന് പറയുന്നതാണ് ഗ്രോസ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ, ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്താ, എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മൊത്തത്തിൽ നിന്ന് ഒരു ചെറിയൊരു വാല്യൂ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും എപ്പോഴും നെറ്റ് എന്ന് പറയുന്നത്. അത് ഓക്കെയാണല്ലോ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്.
ഓക്കെ, അതേപോലെ തന്നെ ഇനി GNP നമുക്ക് നോക്കാം. GNP എന്ന് പറഞ്ഞാലും എന്താ, ഗ്രോസ് ആണ്, മൊത്തത്തിലാണ് അല്ലേ. അപ്പോൾ GNPയിൽ നിന്ന് ഇതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, NP അതേപോലെ തന്നെ കേട്ടോ. ജിക്ക് മാത്രം മാറ്റം വന്നു, എന്തായിട്ട് മാറി, N ആയിട്ട് മാറി. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. എന്താണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചതല്ലേ, GDP എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. GNP എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇത് നാഷണൽ ആണ്, ഇത് ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിയുമ്പോഴായിരിക്കില്ലേ നമുക്ക് നാഷണൽ കിട്ടുക അല്ല. ഇതല്ലേ വലുത്, നാഷണൽ ആണ്, ഇത് ഡൊമസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ GDPയുടെ ഒപ്പം നമ്മൾ NFIA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റും കൂടെ കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, GNP കിട്ടുന്നത്. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി NFI എന്ന് പറഞ്ഞാൽ എന്താ, NFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നെറ്റ് ഫാക്ടർ ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് കേട്ടോ, ഫ്രം എബ്രോഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നെറ്റ് എന്നുള്ള വാക്കുണ്ട് അല്ലേ. NFI എന്ന് പറഞ്ഞാൽ എന്താ, ഫിഫ മൈനസ് ഫിറ്റ് ആണ്. എന്താണ് ഫിഫ മൈനസ് ഫിറ്റ്, അതായത് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, പുറത്തുനിന്ന് നമുക്ക് വരുന്ന ഇൻകം. ഓക്കെ, ഫ്രം എബ്രോഡ്, അതാണ് FA കേട്ടോ. FA ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ഫിറ്റ. ഫിറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ടർ ഇൻകം ടു എബ്രോഡ്. ഓക്കെ, എബ്രോഡിലേക്ക് പോകുന്ന, ഇവിടുന്ന് പോകുന്ന ആ ഒരു ഇൻകത്തിനെയാണ് ഫിറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, NFIA കിട്ടുക. ഒന്നും കൂടെ മനസ്സിലുറപ്പിച്ചേ, ഫിഫ മൈനസ് ഫിറ്റ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, NFIA. ഈ NFIA GDPയുടെ ഒപ്പം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, GNP കിട്ടുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിയത് ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു വാല്യൂ കൂട്ടുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് നാഷണൽ വരിക. അപ്പോൾ അത്രയും ഓർത്താൽ മതി കേട്ടോ. GDPയുടെ ഒപ്പം NFIA കൂട്ടിക്കഴിഞ്ഞാലായിരിക്കും നമുക്ക് GNP കിട്ടുക. ഇനി അടുത്ത് നമ്മൾ ആകെ കൂടി ഒരു 3 ഇക്വേഷൻസ് പഠിക്കാം കേട്ടോ. ഈ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന എല്ലാ ന്യൂമറിക്കൽസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. സിമ്പിളാണ്, നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തത്തിൽ അല്ലേ. ഈ ഗ്രോസിനെ എനിക്ക് നെറ്റിലേക്ക് ആക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതാ, ഗ്രോസിനെ നെറ്റിലേക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്തായിരുന്നു, ഡിപ്രിസിയേഷൻ കുറയ്ക്കണം അല്ലേ. നമ്മുടെ തേയ്മാനം ചിലവൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. നമ്മൾ പറഞ്ഞു 50 ലക്ഷം രൂപ, അതിനകത്തൊരു 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 45 ലക്ഷം കിട്ടും. ആ 45 എൻ്റെ നെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രോസിനെ നെറ്റിലേക്ക്, എവിടെ ഗ്രോസ് കണ്ടു കഴിഞ്ഞാലും അതിനെ നെറ്റിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഇത് പഠിച്ചല്ലോ, ഓക്കെ ആണല്ലോ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തമാണ് അല്ലേ. ഇനി അടുത്തത് ഡൊമസ്റ്റിക്കിനെ നമ്മൾ നാഷണലിലേക്ക് ആക്കണമെങ്കിൽ, എന്താ ചെയ്യണ്ടേ, NFIA കൂട്ടണം അല്ല. ഇനി പറഞ്ഞാൽ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, നാഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ് അല്ലേ, നാഷണൽ. അപ്പോൾ നാഷണലിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം നമ്മൾ എന്ത് കൂട്ടണം, NFIA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റ് കൂട്ടണം. NFIA എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നെറ്റാണ് അല്ലേ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. NFI എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു തന്നെ, NFIA നേരത്തെ പഠിച്ചാണല്ലോ, ഫിഫ മൈനസ് ഫിറ്റ അല്ലേ, ഫിഫ മൈനസ് ഫിറ്റ. ഇനി ഫിഫ എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് ആണല്ലോ. ഓക്കെ ആണല്ലോ, ഈ ഇക്വേഷനും കൂടി പഠിച്ചല്ലോ. അപ്പോൾ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക, നെറ്റ് കിട്ടും അല്ലേ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തമാണ്, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറുതാ, നാഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് കൂട്ടിയാലായിരിക്കുമല്ലോ നമുക്ക് നാഷണൽ കിട്ടുക. ആ കമ്പോണൻറ്റ് എന്താ, NFIA ആണ്. NFIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ മൈനസ് ഫിറ്റ. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ഇക്വേഷനാണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ NIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. എന്താ NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് NIT എന്ന് പറഞ്ഞാൽ, നെറ്റാണ് കേട്ടോ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് എന്ന് കണ്ടപ്പോൾ പലർക്കും കത്തിയിട്ടുണ്ടാവും. നെറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടി വരും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ എന്തൊക്കെ തമ്മിലാണ് കുറയ്ക്കേണ്ടത്, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, NIT എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇനി ഫാക്ടർ കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, സബ്സിഡി, മാർക്കറ്റ് പ്രൈസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ഫാക്ടറി എന്ന് വിചാരിക്കട്ടെ. ഈ ഫാക്ടറിയിൽ ഞാൻ ആട്ടപ്പൊടിയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു പാക്കറ്റ് ആട്ടയ്ക്ക് എനിക്ക് ഉണ്ടാക്കാനുള്ള ചിലവ് 50 രൂപയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ആട്ട ഉണ്ടാക്കാനുള്ള ചിലവ് 50 രൂപ. ഈ 50 രൂപയും
50 രൂപ മാത്രം പോരല്ലോ, എനിക്കൊരു പ്രോഫിറ്റ് വേണ്ടേ. അപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് ഒരു 10 രൂപ എന്ന് വിചാരിക്കാം. അങ്ങനെ 50 + 10, അതായത് ഉണ്ടാക്കുന്ന ചെലവും അതിൻ്റെ ഒപ്പം പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ടുള്ള 60 രൂപയാണ് എൻ്റെ FC എന്ന് പറയുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള 60 രൂപയ്ക്കായിരിക്കുമോ ഞാൻ മാർക്കറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ആട്ടപ്പൊടി വിൽക്കുന്നത്? ആയിരിക്കോ? അല്ല, 60 രൂപയ്ക്കല്ല. കാരണം അവിടെ നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ഒരു 10 രൂപയാണെന്ന് വിചാരിക്കാം. ഇനി ഒരാള് മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ആട്ടപ്പൊടി വാങ്ങുകയാണെങ്കിൽ അയാൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? എത്ര രൂപ കൊടുക്കേണ്ടി വരിക? 50 + 10, 60 + 10 ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സ് അല്ലേ? അങ്ങനെ 70 രൂപ അയാൾ പേ ചെയ്യേണ്ടി വരും. 70 രൂപയായിരിക്കും അയാൾ മാർക്കറ്റിൽ പേ ചെയ്യേണ്ടി വരിക. മാർക്കറ്റ് പ്രൈസ് കേട്ടോ, 70 രൂപയായിരിക്കും പേ ചെയ്യേണ്ടി വരിക. ഇനി സപ്പോസ് ഇപ്പോൾ ഒരാൾ സപ്ലൈകോ, നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനം പോലെയുള്ള സപ്ലൈകോ എന്നൊക്കെയാണ് വാങ്ങുന്നതെന്ന് വിചാരിച്ചോ ഈ പറഞ്ഞിട്ടുള്ള ആട്ടപ്പൊടി. അപ്പോൾ അയാൾക്ക് 70 രൂപ കൊടുക്കേണ്ടി വരുമോ? ഇല്ല, അയാൾക്കൊരു 65, സപ്പോസ് ഒരു 65 രൂപ അയാൾക്ക് പേ ചെയ്താൽ മതി. എന്താ കാര്യം? കാരണം ഗവൺമെന്റ് അവിടെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ സബ്സിഡി ആയിട്ടുള്ള ഒരു 5 രൂപയും കൂടെ കുറച്ചിട്ട്, 70 നിന്ന് സബ്സിഡി ആയിട്ടുള്ള ഒരു 5 രൂപയും കൂടെ കുറച്ചിട്ട് അയാൾ കൊടുത്താൽ മതി. അതാണ് നമ്മുടെ 65. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 65 ആണ് നമ്മുടെ എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടിയേ? നമ്മുടെ FC-യിൽ നിന്ന് എന്തൊക്കെ കൂട്ടി? ടാക്സ് കൂട്ടി. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്നിട്ട് എന്താ കുറച്ചേ? സബ്സിഡി കുറച്ചു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയ? മാർക്കറ്റ് പ്രൈസ് കിട്ടിയത്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ FC-യുടെ ഒപ്പം NIT കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ആണ്. നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടെണ്ണം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സും അതിൽ നിന്ന് സബ്സിഡിയും കൂടെ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഇക്വേഷൻസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഗ്രോസിനെ നെറ്റിലേക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിപ്രിസിയേഷൻ കുറയ്ക്കാം. ഡൊമസ്റ്റിക്കിനെ നാഷണലിലേക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നാഷണലാണ് വലുത്. അപ്പൊ ഡൊമസ്റ്റിക്കിന്റെ ഒപ്പം ഒരു കമ്പോണന്റ് ആഡ് ചെയ്യണം. ആ കമ്പോണന്റ് ഏതാ? NFIA. NFIA എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIFA - FIT, അതായത് ഫ്രം എബ്രോഡ് -to എബ്രോഡ് ചെയ്യാം അല്ലെ. പിന്നെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? FC-യുടെ ഒപ്പം ഫാക്ടർ കോസ്റ്റിന്റെ ഒപ്പം NIT കൂട്ടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. NIT എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NIT കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആണ്. നോക്കിയേ, കാൽക്കുലേറ്റ് ദി NNP at ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ FC ആണ് അല്ലെ. കാൽക്കുലേറ്റ് ദി NNP at ഫാക്ടർ കോസ്റ്റ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. NNP at മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ MP കൊടുത്തിട്ടുണ്ട്. NNP at MP കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. NNP ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. NNP at മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ഞാനിവിടെ NNP MP എന്ന് എഴുതി. അത് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 5000 crore rupees ആണ്. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചു കേട്ടോ. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? NNP FC കണ്ടുപിടിക്കണം. നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടു. ഇനി ഇവിടെ നോക്കിയേ, ഈ രണ്ടെണ്ണത്തിനകത്ത് ഓക്കെ NNP MP ഉണ്ട്, NNP FC ഉണ്ട്. ഇത്രയും ഭാഗം രണ്ട് സ്ഥലത്തും സെയിം ആണ് അല്ലെ. ഇനി എന്താ ചെയ്യണ്ടേ? MP-നെ നമ്മൾ FC ആക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൊട്ട് മുമ്പ് നമ്മളൊരു കാര്യം പഠിച്ചില്ലേ? മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞു തന്നെ? ഫാക്ടർ കോസ്റ്റിന്റെ ഒപ്പം എന്ത് കൂട്ടുമ്പോഴാ? NIT കൂട്ടുമ്പോൾ, NIT ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടുക. ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഫാക്ടർ കോസ്റ്റിന്റെ ഒപ്പം ഓക്കെ NIT ഞാൻ കൂട്ടാൻ പോവാം. NIT എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ NIT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? ഇൻഡയറക്റ്റ് ടാക്സിന്ന് നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് ടാക്സിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ അല്ലെ, സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NIT കിട്ടുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ദേ ഇവിടെ കൊടുത്തിരിക്കുന്നതാണോ? 400 crore. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം NIT കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 400-ന്ന് സബ്സിഡി കുറയ്ക്കണം. സബ്സിഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് 200 crore. അപ്പോൾ അതേ ഞാനിവിടെ ഇൻഡയറക്റ്റ് ടാക്സിന്ന് സബ്സിഡി കുറയ്ക്കുകയാണ് 200. ഇപ്പോൾ 400 - 200 200 കിട്ടും. ഈ 200 ആണ് എൻ്റെ എന്ത്? NIT എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ FC + NIT. NIT എത്രയാ? 200. അതാണ് എൻ്റെ എന്ത്? MP എന്ന് പറഞ്ഞാൽ എത്രയാ? 5000. ഓക്കെ, 5000 crore കേട്ടോ. ഇനി നോക്കിയിട്ട് പറഞ്ഞേ, FC ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ +200-നെ ഇങ്ങോട്ട് എടുക്കണം അല്ലേ. അപ്പോൾ 5000 - 200. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 4000
800 crore കിട്ടും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ FC എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള NNP FC എന്ന് പറയുന്നത് 4800 crore. അപ്പോൾ ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് FC പ്ലസ് NIT ഈസ് ഈക്വൽ ടു MP. NIT എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി. പിന്നെ നമ്മൾ സാധാരണ മാത്സിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്യണ പോലെ തന്നെ ഒന്ന് സോൾവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണേ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ വിടരുത് കേട്ടോ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDP FC ആണ്. എന്താണ് NDP FC? അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് GDP FCയും ഒന്ന് GNP MP ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം GDP FC കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് GDP FC കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് NDP FC അല്ലേ. അതിൻ്റെ അടിയിൽ ഞാൻ ഇവിടെ GDP FC എന്ന് കൊടുത്തു കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ ആദ്യം എന്താ N ആണ്. ആദ്യം N വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെറ്റ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? നെറ്റ്, D ഫോർ ഡൊമസ്റ്റിക്, P ഫോർ പ്രൊഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. FC നമ്മൾ നേരത്തെ പഠിച്ച അല്ലേ, ഫാക്ടർ കോസ്റ്റ് ആണ്. രണ്ടാമത് ആണ് N വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് നാഷണൽ എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം N വരികയാണെങ്കിൽ നെറ്റാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ നെറ്റാണ്, ഇവിടെ ഗ്രോസ് ആണ്. ഇനി ഇവിടെ എല്ലാം സെയിം അല്ലേ. ഇവിടുത്തെ D, ഇവിടുത്തെ P, ഇവിടുത്തെ FC ഇതൊക്കെ സെയിമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും മാറ്റം വരണ്ട. ആകെ കൂടെ എന്താ ചെയ്യണ്ടേ? നെറ്റിനെ ഗ്രോസ് ആക്കണം. ഓക്കെ, അപ്പോൾ നെറ്റിനെ ഗ്രോസ് ആക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്കുണ്ടല്ലോ. എന്താ നമ്മുടെ ഇക്വേഷൻ? നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഗ്രോസ് മൊത്തത്തിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടില്ല, നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കാനാണ് പറഞ്ഞല്ലേ. അപ്പം എന്താ ചെയ്യണ്ടേ? നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ നെറ്റിൻ്റെ ഒപ്പം ഡിപ്രിസിയേഷൻ കൂട്ടി അല്ലേ. ഈ മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ അതേപോലെ തന്നെ നെറ്റിനെ ഗ്രോസ് ആക്കണമെങ്കിൽ പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്യാം. ഓക്കെ, അതായത് 3000 ആണല്ലോ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ. അതിൻ്റെ ഒപ്പം ഒരു 400 കൂടെ, 400 നമ്മുടെ ഡിപ്രിസിയേഷൻ. ഓക്കെ, അതങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 3400 എന്ന് പറഞ്ഞ് കിട്ടും. ആണല്ലോ. ഇതാണ് എൻ്റെ GDP FC എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നെറ്റിനെ ഗ്രോസിലേക്ക് മാത്രം എനിക്ക് ആക്കിയാൽ മതി. ബാക്കി ഒന്നും എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഒരേപോലെയാണ് അല്ലേ. ഇത് ഫാക്ടർ കോസ്റ്റ്, ഇത് ഫാക്ടർ കോസ്റ്റ്, ഇത് DP, ഇത് DP. അപ്പം എനിക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ആകെ കൂടെ നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കുക. നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ കൊടുത്തിട്ടുള്ള വാല്യൂവിൻ്റെ ഒപ്പം ഡിപ്രിസിയേഷൻ കൂട്ടുക അല്ലേ. അപ്പോൾ 400 കൂട്ടി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 3400 ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള NDP FCനെ, അതായത് ഡൊമസ്റ്റിക് ഇൻകം, അതാണല്ലോ NDP FC. ഈ NDP FCനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? GNP MP-യിലേക്ക് മാറ്റണം. ഈ N എന്ന് പറഞ്ഞാൽ നെറ്റാണ്. ആദ്യത്തെ N എന്ന് പറയുന്നത് എപ്പോഴും നെറ്റ് ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ N വരികയാണെങ്കിൽ അത് എപ്പോഴും നാഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പം നെറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഗ്രോസിലേക്ക് ആക്കണം. നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കണമെങ്കിൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസിൽ നിന്ന് മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താലാണ് നെറ്റ്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ അല്ലേ. മൈനസ് ഡിപ്രിസിയേഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൊടുത്തിട്ടുള്ള വാല്യൂ 3000 ആണല്ലോ. ഇതാണല്ലോ NDP FC. ഈ കൊടുത്തിട്ടുള്ള വാല്യൂവിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യണം? പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായി മാറി? അത് ഗ്രോസ് ആയിട്ട് മാറി. ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഈ കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതാണ് 3000. അതിൻ്റെ ഒപ്പം ഞാൻ എന്താ കൂട്ടണ്ടേ? ഈ പറഞ്ഞിട്ടുള്ള പ്ലസ് ഡിപ്രിസിയേഷൻ. എന്നാലല്ലേ ഗ്രോസ് ആവുള്ളൂ. ഗ്രോസ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പം ഞാൻ ആ ഡിപ്രിസിയേഷൻ കൂട്ടുകയാണ് കേട്ടോ. 400 കൂട്ടി. ഇനി അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നെറ്റിനെ ഗ്രോസ് ആക്കി മാറ്റി. നെറ്റാണ്, നാഷണൽ അല്ല കേട്ടോ, നെറ്റാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക്കിനെ ഞാൻ എന്താക്കി മാറ്റണം? നാഷണൽ ആക്കി മാറ്റണം അല്ലേ. ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കി മാറ്റണം. അപ്പോൾ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഒന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം ഞാൻ എന്ത് കൂട്ടണം? NFIA കൂട്ടിക്കഴിഞ്ഞാൽ അത് നാഷണൽ ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. ഇനി NFI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കിതിനകത്ത് നോക്കാം. ഇവിടെ കണ്ടോ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അത് കൊടുത്തിട്ടുണ്ട് 50 ആണെന്ന്. അപ്പോൾ നമ്മുടെ കൊടുത്തിട്ടുള്ള ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം ഒരു 50 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ ആവും. അപ്പോൾ നമ്മളോട് നാഷണൽ കണ്ടോ, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കുക ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു 50 കൂടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഈ 3000 ഒപ്പം ഒരു 50 കൂടെ കൂട്ടി കഴിയുമ്പോൾ എന്തായി? അത് നാഷണൽ ആയിട്ട് മാറി. ഇത്രയൊക്കെയാണല്ലോ. ഇനി അടുത്ത പരിപാടി, ഇവിടെ P, ഇവിടെ P. അപ്പോൾ അവിടെ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത എന്താ? ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലോട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം കേട്ടോ. ഫാക്ടർ കോസ്റ്റിനെ
ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? NIT കൂട്ടണം അല്ലേ, പ്ലസ് NIT കൂട്ടണം. NIT എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് 70 കൂട്ടണം. ഓക്കെ, അപ്പോൾ MP യിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ കൊടുത്തിട്ടുള്ള വാല്യൂവിൻ്റെ ഒപ്പം ഒരു 70 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഈ FCനെ MP ആക്കി മാറ്റി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഇവിടെ എത്ര വരും? 7 + 5 12 വരും. 3520 വരും അല്ലേ? 3520 ആണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണ് നമ്മൾ NDP FCനെ GNP MP ആക്കി മാറ്റിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, Nനെ ജിയിലേക്ക് ആക്കുക, അതിൻ്റെ ഫോർമുല നമ്മളാ പഠിച്ചിട്ടുള്ള 3 ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നെറ്റിനെ ഗ്രോസിലേക്ക് ആക്കുക, പിന്നെ ഡൊമസ്റ്റിക്കിനെ നാഷണലിലേക്ക് ആക്കുക, പിന്നെ ഇത് സെയിം ആണ്, അപ്പോൾ അവിടെ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ FCനെ MP ആക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. അതേപോലെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവണം എന്നില്ല, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞുള്ള ഫോർമുലാസ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ SCERT കൊടുത്തിട്ടുള്ള ഈ ഒരു ഇത് വായിച്ചു നോക്കി. ദ ഫോളോയിങ് ആർ ദി അഗ്രിഗേറ്റ്സ് ടു നാഷണൽ ഇൻകം. 8 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? GDP വെച്ചിട്ടുള്ള 2 എണ്ണം, ഒന്ന് മാർക്കറ്റ് പ്രൈസും ഒന്ന് ഫാക്ടർ കോസ്റ്റും. GDP MP, GDP FC. ഇതിന്റെ വായിക്കാൻ അറിയാലോ. G എന്ന് പറഞ്ഞാൽ ഗ്രോസ്, D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്, P എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മാർക്കറ്റ് പ്രൈസ്, ഇവിടെ ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ GDP വെച്ചിട്ടുള്ള 2 എണ്ണം. ഇനി അടുത്ത് നോക്കിയേ, NDP വെച്ചിട്ടുള്ള 2 എണ്ണം അല്ലേ? NDPയുടെ MP ഉണ്ട്, FC ഉണ്ട്. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ആദ്യത്തെ N എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെറ്റ് ആയിരിക്കും. അങ്ങനെ വേണം പഠിക്കുക കേട്ടോ. രണ്ടാമത്തെ സ്ഥലത്താണ്, രണ്ടാമത്തെ ആൽഫബറ്റ് ആണ് N വരണമെങ്കിൽ അത് നാഷണൽ ആയിരിക്കും. ഇനി ഇതിനകത്ത് തന്നെ 2 എണ്ണം ഉണ്ട്. ഇതിനകത്ത് NDP FC ആണ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകം. നമ്മളോട് ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ കൊടുത്തിട്ട് ഡൊമസ്റ്റിക് ഇൻകം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൈൻഡിൽ ഉറപ്പിക്കുക NDP FC ആണ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, NNP തന്നെ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? NNP FC ഉണ്ട്, NNP MP ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ പറയുക? ആദ്യത്തെ N എന്ന് പറയുന്നത് എപ്പോഴും നെറ്റ് ആയിരിക്കണം, രണ്ടാമത്തെ N നാഷണൽ ആയിരിക്കണം, P എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, FC അതുപോലെ തന്നെ MP. ഇനി മൂന്നാമത്തെ GNP FC ഉണ്ട്, GNP MP ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും FC ഉണ്ട്, MP ഉണ്ട്. GNP FC ഉണ്ട്, GNP MP ഉണ്ട്. എങ്ങനെ തന്നെ പറയാം? ഗ്രോസ് ഇതിനെ നെറ്റ് എന്നാണോ പറയാ? അല്ല, രണ്ടാമത്തെ N നാഷണൽ ആയിരിക്കും. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇവിടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് 8 എണ്ണം. ഈ 8 എണ്ണവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓരോന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, 2019-2020 ഈ ക്വസ്റ്റ്യൻ ആണ്. 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള, അതായത് ഗ്രോസ് വാല്യൂ ആഡഡിനകത്തേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? കാർഷിക മേഖലയുടെ സംഭാവന എത്രയായിരുന്നു? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ 2019-2020 എത്രയായിരുന്നു? 18.4, അതായത് അപ്രോക്സിമേറ്റ്ലി 18%. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇതേപോലെ നമുക്ക് 2020-2021 നമ്മൾ ഓരോ സെക്ടറിൻ്റെയും ഇതേപോലെ പഠിച്ചു വെക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മളോട് വേണമെങ്കിൽ 2020-2021 ഓരോ സെക്ടേഴ്സിൻ്റെയും പെർസെൻറ്റേജ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിനകത്ത് നമ്മുടെ സർവീസ് സെക്ടർ ഉണ്ടല്ലോ, ടെറിഷറി സെക്ടർ, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 53.89, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 54% എന്ന് ആലോചിക്കാം. ഇൻഡസ്ട്രി സെക്ടർ, നമ്മുടെ വ്യവസായിക സെക്ടർ അല്ലേ, അതിന് വരുന്നത് 25.92, അതായത് അപ്രോക്സിമേറ്റ്ലി 26 ആണ്. അഗ്രികൾച്ചർ ആണെങ്കിൽ 20.19, അതായത് 20%. അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വരുമാനം ഉണ്ടല്ലോ, നമ്മുടെ നാഷണൽ ഇൻകം, അത് ഡിവൈഡഡ് ബൈ ആകെ സംഖ്യ ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, NNP/FC എന്ന് പറയുന്നതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യൂമറിക്കൽസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.